അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണത്തിലൂടെ വൻ നാശം വിതച്ച യുക്രൈൻ നടപടിക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുന്നു. ഇസ്താംബുളിൽ നേരിട്ട് നടത്തിയ ചർച്ചകളിൽ യുദ്ധത്തിന് അവസാനം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പുതിയ തടവുകാരുടെ കൈമാറ്റവും 6000-ലധികം മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാനുള്ള തീരുമാനവും ഉണ്ടായതാണെന്നാണ് റിപ്പോർട്ട്. വിശദമായി നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തുർക്കി നഗരത്തിലെ സിറഗൻ കൊട്ടാരത്തിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചകൾ 2 മണിക്കൂറിൽ താഴെ മാത്രമാണ് നീണ്ടുനിന്നത്. കഴിഞ്ഞ മാസം 16-ന് നടന്ന ആദ്യ ചർച്ചകളെ പോലെ ഇത്തവണയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിദൂര സാധ്യത പോലും ഉണ്ടായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗുരുതരമായി പരിക്കേറ്റ എല്ലാ സൈനികരെയും 25 വയസ്സിന് താഴെയുള്ള പിടിക്കപ്പെട്ട എല്ലാ പോരാളികളെയും കൈമാറുന്നതിനുള്ള ഒരു കരാറിൽ എത്തിയതായി ഇരു രാജ്യങ്ങളിലെയും ചർച്ചകൾ സ്ഥിരീകരിച്ചു. ഗുരുതരമായി പരിക്കേറ്റവരും രോഗബാധിതരുമായ യുദ്ധ തടവുകാരെ കൈമാറാൻ ഞങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ വിഭാഗം 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള യുവ സൈനികരാണ്. എല്ലാവർക്കും എല്ലാം എന്ന തത്വത്തിൽ തടവുകാരുടെ കൈമാറ്റം നടക്കുമെന്ന് യുക്രൈനിന്റെ പ്രധാന ചർച്ചക്കാരനും പ്രതിരോധ മന്ത്രിയുമായ റസ്റ്റം ഉമെറോവ് ഇസ്താംബുളിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. റഷ്യൻ പ്രതിനിധി വ്ളാഡിമിർ മെഡിൻസ്കി പറഞ്ഞതനുസരിച്ച് ഈ കൈമാറ്റത്തിൽ ഇരുവശത്തും കുറഞ്ഞത് 1000 പേർ വീതം ഉൾപ്പെടും. തുർക്കി മുഖേന രേഖകൾ കൈമാറിയെന്നും അടുത്ത ബാച്ച് തടവുകാർക്കായി കീവ് തയ്യാറെടുക്കുകയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അറിയിച്ചു. കൂടാതെ റഷ്യ തട്ടിക്കൊണ്ടുപോയ 400-ലധികം യുക്രൈനിയൻ കുട്ടികളുടെ ലിസ്റ്റ് നൽകിയെങ്കിലും 10 പേരെ മാത്രം തിരികെ നൽകാനാണ് റഷ്യ സമ്മതിച്ചിരിക്കുന്നത്. വെടിനിർത്തലിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. യുക്രൈൻ നിരുപാധിക വെടിനിർത്തൽ ആവശ്യപ്പെട്ടപ്പോൾ റഷ്യ ചില മേഖലകളിൽ 2-3 ദിവസത്തെ പരിമിത വെടിനിർത്തൽ മാത്രമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുന്നണിയിലെ ചില പ്രദേശങ്ങളിൽ 2-3 ദിവസത്തേക്ക് ഞങ്ങൾ ഒരു പ്രത്യേക വെടിനിർത്തൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും യുദ്ധക്കളങ്ങളിൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് ഈ സമയം ആവശ്യമാണെന്നാണ് മെഡിൻസ്കി പറയുന്നത്. എന്നിരുന്നാലും ഇസ്താംബുളിലെ ചർച്ചകളെക്കുറിച്ച് തനിക്ക് അത്ര ശുഭാപ്തി വിശ്വാസമില്ലെന്ന് യുക്രൈനിയൻ പാർലമെന്റ് അംഗമായ ഒലെക്സി ഗൊഞ്ചാറെങ്കോ പറയുന്നു. റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർച്ചിൽ യുക്രൈൻ 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ചപ്പോൾ റഷ്യ മാത്രമാണ് എതിർത്തതെന്നും ഒലെക്സി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചർച്ചകൾക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിബന്ധനകൾ വ്യക്തമാക്കുന്ന ഒരു മെമ്മോറാണ്ടവും റഷ്യ അവതരിപ്പിച്ചു. അതിൽ യുക്രൈൻ 2022-ൽ റഷ്യ അനക്സ് ചെയ്ത 4 പ്രദേശങ്ങളിൽ നിന്ന് സൈന്യം പിൻവലിക്കണം, പാശ്ചാത്യ ആയുധ വിതരണം നിർത്തണം, സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണം, നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണം, റഷ്യൻ ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഇവ മുൻപ് തള്ളിക്കളഞ്ഞിരുന്നതാണ്. രേഖ അവലോകനം ചെയ്ത് തീരുമാനിക്കാൻ കീവ് ഉദ്യോഗസ്ഥർക്ക് ഒരാഴ്ച സമയം വേണ്ടിവരുമെന്ന് യുക്രൈൻ്റെ പ്രതിരോധ മന്ത്രി ഉമെറേവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജൂൺ 20-30 തീയതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്നും സെലൻസ്കി ആവർത്തിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗൻ പുടിനും സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഇതിനോട് തുറന്ന മനോഭാവമാണ് പ്രകടിപ്പിച്ചത് എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇസ്താംബുൾ ചർച്ചകൾ തടവുകാരുടെ കൈമാറ്റത്തിലും മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിലും ഒരു ചുവടുവെപ്പ് മാത്രമായി അവസാനിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോഴും പുരോഗതി ഉണ്ടായിട്ടില്ല. റഷ്യയും യുക്രൈനും അവരുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇസ്താംബുൾ ചർച്ചകൾ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും സമാധാനത്തിലേക്കുള്ള വഴി ഇനിയും ദുഷ്കരമാണ്. ജൂൺ 20-നും 30-നും ഇടയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ചർച്ചകൾ ഫലം കാണുമോ എന്നാണ് ഇനി അറിയേണ്ടത്.